ഇന്ത്യക്കുമേൽ ചുമത്തിയ തീരുവ വീണ്ടും ഉയർത്താൻ ഒരുങ്ങി അമേരിക്ക. CNBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണെന്ന വാദവും ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. റഷ്യയുമായുള്ള സഹകരണത്തിന് പേരിൽ അധിക തീരുവ ചുമത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയത്. അമേരിക്കയുമായി രാജ്യത്തിന് നല്ല ബന്ധമാണെന്ന് കണക്കുകൾ നിരത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിക്കുന്നതിനിടെയാണ് അധിക തീരുവ ഈടാക്കുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്ക രംഗത്തെത്തുന്നത്. ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ലെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറുണ്ടെന്നും ഇന്ത്യ അമേരിക്കയുമായി വ്യാപാരം നടത്തുന്നുണ്ടെന്നും എന്നാൽ മറിച്ച് വ്യാപാരം നടക്കുന്നില്ലെന്നും അതുകൊണ്ട് വ്യാപാര തീരുവ ഗണ്യമായി ഉയർത്താൻ തീരുമാനിച്ചെന്നുമാണ് ട്രംപ് പറയുന്നത്. 25% വർധനവാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങി യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നടക്കുന്ന ചർച്ചകൾക്ക് ഇന്ത്യയുടെ ഈ നീക്കം തടസ്സമാണെന്നും ഡൊണാൾഡ് ട്രംപ് വിലയിരുത്തി. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഇന്ധനത്തിന്റെ വലിയൊരു പങ്കും അമിതവിലയ്ക്ക് പൊതുവിപണിയിൽ വിൽക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ഇതിന് ഉക്രൈനിലെ സാധാരണ ജനങ്ങളുടെ ജീവന്റെ വിലയുണ്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 30-നാണ് ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റിയയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് പിഴച്ചുങ്കവും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.